ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ജലദോഷമൊക്കെ പോലെ ആയി. പിന്നെ ഇപ്പം കോടയൊക്കെ കാണാൻ പറ്റും. നമ്മള് ഇപ്പൊ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഗാർഡൻ വ്യൂ പോയിന്റിലോ? വ്യൂ പോയിന്റിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യൂ പോയിന്റിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി എനിക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ആക്ച്വലി നാളെ ഈ കൊറോണ സീസൺ വെച്ച് December 1 തൊട്ടാണ് വ്യൂ പോയിന്റ് ഓപ്പൺ ആക്കുക. ഇവിടെ വ്യൂ പോയിന്റ് പിന്നെ എന്തൊക്കെയാ വെച്ചു എനിക്ക് തോന്നുന്നു ഗാർഡൻ ഒക്കെ ഇന്നുണ്ട് അല്ലേ? ഗാർഡൻ ഒക്കെ ഇന്നുണ്ട്, ബോട്ട് ഹൗസ് അതെല്ലാം നാളെ തൊട്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ വന്നിട്ട് ജസ്റ്റ് വോക്ക് ചെയ്യാം, അല്ലാണ്ട് നാളെ തൊട്ടെങ്കിൽ സംസാരിക്കാൻ അവര് തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഈ തണുപ്പ് ഫീൽ ചെയ്യാം, അതാണ് മെയിൻ. പിന്നെ നാളെ നമ്മൾ വരും. നാളെ നമ്മൾ മോർണിംഗ് വന്നിട്ട് പ്ലാൻ ചെയ്യും. ഇതെല്ലാം കാണാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ തണുപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നു. ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാൻ തോന്നും, അതുകൊണ്ട് നാളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് ഓപ്പൺ ആവാന്നുള്ളത് എല്ലാവർക്കും അറിയാൻ തോന്നും. എന്തായാലും നാളെ നമ്മൾ രാവിലെ വന്നിട്ട് കാണും. ഇപ്പം ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. നമ്മള് ചായ കുടിക്കാൻ പോവാണ്. നല്ല കോടയാണ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ആണ് പറയുന്നേ. അവിടേക്ക് ആൾക്കാർ ഒരുപാട് പോകുന്നുണ്ട്. ഇടയ്ക്ക് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. വണ്ടിയുടെ സൗണ്ട് ആണത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ കുഞ്ഞു ഗ്ലാസ്സിലെ ചായയാണ് ഞാൻ. ഈ ഗ്ലാസ്സിലെ ചായ, ഇങ്ങനത്തെ കുഞ്ഞു ചായക്ക് ഫസ്റ്റ് ടൈമാ. നല്ല സ്ഥലങ്ങളാണ്. ഈ കോട മഞ്ഞിൽ ചൂട് ചായ സൂപ്പറാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് പോകുന്നുണ്ട്. ഇനി അവിടെ ക്ലോസസ് ഒന്ന് കാണിക്കുന്നു. ഇനി എന്താ സീനെന്ന് അറിയില്ല. പോയവരാരും തിരിച്ചു വന്നില്ല. സോ എന്തായാലും നമുക്ക് ടീ ഗാർഡനിൽ എനിക്ക് അതിന്റെ ഇടയിലൊക്കെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണം. സോ നല്ല ചായയാണ് രജീഷേട്ടനൊക്കെ പറയുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയാം. കോട പോയിട്ടോ പെട്ടെന്നാണ്, ഒരു വിത്തിൻ സെക്കൻഡ്സിനുള്ള കോട വന്നൊക്കെ പോയി നിൽക്കുന്നത്. ഇന്നലെ നമ്മള് പിന്നെ ഒരു കാര്യം പറയാം, നമ്മള് ഇന്ന് ഹോട്ടലില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാനും അച്ചൂടെ പറഞ്ഞു ജസ്റ്റ് ഉപ്പുമാവല്ല ഇരിക്കുന്നു. പക്ഷെ ഇന്ന് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോൺഫ്ലെക്സും പൂരി ഒക്കെ. ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം എനിക്ക് തോന്നുന്നു സൺഡേയിൽ എല്ലാവരും തിരിച്ചു പോകുന്നതായിരുന്നു കൂടുതൽ. പക്ഷെ ഇന്ന് മൺഡേ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ആൾക്കാരുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. കൊറോണ ആയിട്ട് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. കുറെ ഫാമിലീസ് ആയിട്ട്. നമ്മൾ മാത്രമേ ഞാൻ വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ച ആരും എങ്ങും പോയില്ലാന്ന്. പക്ഷെ നല്ലതായിട്ട് എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ച് താമസിച്ചു പോയോന്ന് സംശയം. ടിക്കറ്റ് കൗണ്ടർ ആണ് ഇത്. ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മേലോട്ട് പോവാൻ. അഡൽസിന് 15, ചിൽഡ്രൻ 10, ക്യാമറ 25, കാറിന് 40 രൂപയാണ്. അപ്പൊ നമ്മൾ 40 രൂപയാണ്. ബസ്സിന് 100 രൂപ. ബസ്സൊക്കെ കേറുന്നുണ്ട്. മാസ്ക് പോടുന്നുണ്ട്. മാസ്കിനില്ലെങ്കിൽ അതിനും പ്രത്യേക ഫൈനാണ്.
അപ്പോൾ നമ്മൾ മേലോട്ട് പൊക്കോണ്ടിരിക്കാം. ഈ ഗാർഡൻ നമ്മളിപ്പം ടീ ഗാർഡന്റെ ഒരു സെൻട്രലിൽ വന്ന് നിൽപ്പുണ്ട്. അടുത്തൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് മാസ്ക് ഒക്കെ വെക്കാഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് സംസാരിക്കാൻ കുറച്ച് പാടാണ്. തണുപ്പായതുകൊണ്ട് നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചൂട്, ഒരു ഫീലാ. അപ്പോൾ നല്ല വ്യൂ ആണ്. നല്ല പക്ഷെ കോട മാറി അല്ലേ? കോട വരുന്നുണ്ട്, പക്ഷെ നല്ലൊരു വെയിലടിക്കുന്നുണ്ട്. എന്ത് സുഖാന്നറിയോ ഈ ഒരു വെയിലടിച്ചിട്ട്. ഒരു എന്താ രസം, നല്ല ഭംഗിയുണ്ട്. നമുക്ക് കണ്ണിന് നല്ല കുളിർമയാണ്. നോക്കുമ്പോ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം തീയെല്ലാം പറിച്ച് വെച്ചിരിക്കുന്ന സീസൺ ആണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് എല്ലാം പറിച്ചു, കിളുന്നര വരുമ്പോ പറിക്കും വീണ്ടും, അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എല്ലാം പറിച്ച് കൈ കൊണ്ട് ഇങ്ങനെ തൊടാൻ പറ്റില്ല, അത് മാത്രം ഒരു വിഷമം. നമ്മളിങ്ങനെ അങ്ങനെ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് പറിച്ചതായിരിക്കും എന്നാ തോന്നുന്നേ. ഇതിന്റെ ഇടയ്ക്ക് ഓരോ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ആയിരിക്കും പറിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ആളും കുറവാണ്. ഇന്നും മൺഡേ കൂടാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ബോർഡറിൽ നിന്ന സമയത്ത് സൺഡേ ഇന്നലെ അല്ലേ, ഇങ്ങോട്ട് വന്നപ്പോ ഒരുപാട് ആൾക്കാർ തിരിച്ചു പോകുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസും പിള്ളേർക്ക് എല്ലാവർക്കും ജോബൊക്കെ ആയതുകൊണ്ടായിരിക്കും സൺഡേസിൽ ഇപ്പം ആള് കുറവാണ്. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ കൈ ഇങ്ങനെ തൊട്ടിങ്ങനെ കുറെ ഇങ്ങനെ ലൈക്ക് ഇലയെല്ലാം പോയി, കിളുന്ന ഇല ഇനി വരുന്നുള്ളൂ. അതിനൊന്നും തൊട്ട് നശിപ്പിക്കുന്നില്ല ഞാൻ. അതെല്ലാം അവർക്ക് പറിക്കാനുള്ളതായിരിക്കും. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്ന ലാലേട്ടൻ പറഞ്ഞത് ഓർമ്മ വരാണ്. നല്ല ഇലകളൊക്കെ കരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. ഇനി ഈ തണുപ്പത്തും അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഏത് മഞ്ഞപ്പൂ കണ്ടാലും ഊട്ടിപ്പൂ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതൊന്നും ഊട്ടിപ്പൂ അല്ല. ഞാൻ ചെറിയൊരു ബൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് വിപിന് കൊടുക്കാന്ന് വെച്ചു. ചുമ്മാതെ ഒരുപാട് പറിക്കണ്ട, ഒന്നും കൂടെ പറിക്കാം. ഓ താന്റെ ഊട്ടിപ്പൂ ഇതല്ലേ? ഫൈനലി ഞാൻ എന്റെ ഊട്ടിപ്പൂ കണ്ടു. ഓ ഊട്ടിപ്പൂ തന്നെ, ഇത് ഊട്ടിപ്പൂ തന്നെ. പക്ഷെ എല്ലാം കരിഞ്ഞു പോയി. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂ. പണ്ട് സ്കൂളില് ടൂറ് പോയിട്ട് പിള്ളേര് വരുമ്പം ഇത് വാടൂലല്ലോ, സൂക്ഷിച്ചു വെക്കും. TV സ്റ്റാൻഡിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവസാനം കരിഞ്ഞു പോകും. നൊസ്റ്റടിക്കുന്നു. അന്നേ ഊട്ടി വന്ന ഊട്ടിപ്പൂ മാത്രമേ ഉള്ളെന്നായിരുന്നു അന്നത്തേക്ക് വിചാരം. മേളിലെല്ലാം നിൽപ്പുണ്ട് കേട്ടോ. ആ സൈഡ് നോക്കാം, അവിടെ ഉണ്ട്. അവിടെ മതി ആൾക്കാർ ഇനി ചിലപ്പോ പറിച്ചതിനെ വഴക്ക് പറയുമെന്ന് എനിക്കറിയില്ല. എന്നാലും അവസാനമായിട്ട് ഒന്നും ഇത് വീട്ടിൽ കൊണ്ടുപോയി ഇത് നട്ടുപിടിപ്പിച്ച ക്ലിക്കോ ഇല്ല. ഊട്ടിയിൽ മാത്രം കാണിച്ചില്ല. Pachu, this is for you. നല്ല ഭംഗിയുണ്ട് ഊഞ്ഞാലാടാം. പക്ഷെ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ, തല കറങ്ങുന്ന പോലെ. അപ്പം ഊട്ടി സെലക്ട് ചെയ്തത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവരൊക്കെ പറയുന്നത്, എനിക്ക് വന്നേ റൂമിൽ കയറിയപ്പോൾ അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എല്ലായിടത്തും വലിയ തണുപ്പൊന്നുമില്ല, ഇത് വലിയ രസമൊന്നുമില്ല വിപിനെ, എന്തായത് തണുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഈ ഓൾറെഡി ഒരു തണുപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ചെയ്യും. ബാംഗ്ലൂർ ഓൾറെഡി ഇപ്പം നല്ല തണുപ്പ് ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്തൊക്കെ. അപ്പൊ നമുക്കത് അത്ര ഫീൽ ആയില്ല ആ തണുപ്പ്. ഊഞ്ഞാലാടുന്നത് എനിക്ക് പേടിയൊന്നു. അപ്പം അത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ വന്നിട്ട് വൈകിട്ട് വന്നു, ജസ്റ്റ് ഒരു ഡ്രൈവ് ചെയ്ത് വന്നില്ല, ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് കണ്ണടച്ചു. അതിനുശേഷം നമ്മൾ ഡ്രസ്സ്, അപ്പം ഞാൻ പൈപ്പ് തുറന്നിട്ട് വായിലോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ പല്ലെല്ലാം കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ആവുമായിരുന്നു, ഭയങ്കര ഫ്രീസ് ആയ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ
നമ്മള് പുറത്തോട്ട് പോയി. അത് പിന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് എടുക്കാൻ, ബിക്കോസ് ഞാൻ ആ ഗാർഡൻ ഒക്കെ കാണിച്ചിരുന്നല്ലോ. അത് ഇത്രയൊക്കെ എടുത്തിട്ട് നമ്മള് പോയി പുറത്ത് പോയി ജസ്റ്റ് കുറച്ച് പർച്ചേസ് ചോക്ലേറ്റ്സ് അതെനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവരവിടെ കുറച്ച് അലൗഡ് അല്ലായിരുന്നു ക്യാമറ അകത്തോട്ട്. ചോക്ലേറ്റ് ഫാക്ടറി ആയിട്ടും കാണിക്കുന്നില്ലായിരുന്നു അവിടെ. ഇപ്പൊ അതെല്ലാം ക്ലോസ്ഡ് ആണ് കൊറോണ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഡിഫറൻസ്, നമ്മൾ ആ കറക്റ്റ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റ്സ് എടുത്ത് കഴിച്ചു മിൽക്സിന്റെ. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തിട്ട് അപ്പൊ പല പല റേറ്റ്സ് ആണ് എല്ലായിടത്തും. അപ്പൊ തൊട്ടപ്പുറത്ത് ഇവിടെ പക്ഷെ നമ്മൾ 100 ഗ്രാമിന് എത്ര 200 or 400 230 ഒക്കെ. അത് ചെറിയൊരു ഇത്രയേ ഉള്ളൂ. അപ്പം അത് കഴിച്ചു. അതിപ്പം അച്ചു കൂട്ടുന്ന അപ്പുറത്തൊക്കെ 50, 20, 100 ഒക്കെ ഉള്ളൂ. നമുക്ക് അവിടെ പോവാ പറഞ്ഞു. എന്തായാലും ഇത് വാങ്ങി. അപ്പൊ രേഷേട്ടൻ പറഞ്ഞു ഇത് കഴിക്കുക, അവിടെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് കഴിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയിട്ട് നമ്മള് അപ്പുറത്തെ കടയിൽ ഇങ്ങനെ എനിക്കൊന്നും ഇവിടെ ചോക്ലേറ്റ്സ് കട മാത്രമാണ് രാത്രി തുറന്നു വെക്കുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്, മിക്സഡ് ചോക്ലേറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മള് അതെല്ലാം വാങ്ങിയിട്ട് ഈ ദേശം ഇവിടെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ തരും. അപ്പൊ അവര് ടെസ്റ്റ് ചെയ്യാൻ തന്നു. നമ്മളങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോ ഡിഫറൻസ് മനസ്സിലായി. മറ്റേത് എന്തോ ഒരു മെഴുകെടുത്ത് വായിൽ വെക്കുന്നതും, മറ്റേത് ഫ്ലേവേഴ്സ് ഇങ്ങനെ മിൽക്ക് ഉണ്ടായിരുന്നു. പിന്നെന്താ ഡാർക്ക് ചോക്ലേറ്റ്സ്. വിപിന് ഡാർക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടം. അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒരെണ്ണം വാങ്ങി. പിന്നെ എന്താ വാങ്ങിയത്, നമ്മള് മിൽക്കിനകത്ത് മറ്റേ കാഷ്യൂ നട്ട്സ് ഇല്ലേ അതിങ്ങനെ. പക്ഷെ ഞാൻ വിചാരിച്ചല്ല, കാഷ്യൂ നട്ട്സ് വെച്ചപ്പോൾ അവർ കുറച്ച് കൂടുതൽ പൈസ വാങ്ങി. പക്ഷെ എന്നാലും അവരുടെ ടേസ്റ്റ് എനിക്ക് സത്യം പറയല്ലോ അതിങ്ങനെ പൊട്ടിച്ച് തിന്നാൻ കൊതിയായിട്ട് വരിക. അപ്പൊ അത് വാങ്ങി. പക്ഷെ ഇവിടെ എല്ലാവരും പറയുന്നത് ഇവിടെ ചോക്ലേറ്റ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ. ഇവിടെ പെട്ടെന്ന് ഫ്രീസ് ആവുമെന്നാ പറയുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചറിൽ തന്നെ ഫ്രീസ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷെ കാണിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ടൈം അല്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ എപ്പോ ക്യാമറ എടുക്കണം, എപ്പോ വീഡിയോസ് എടുക്കണം ഒന്നും അറിയില്ല ബേസിക്കലി. സോ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാം ക്ഷമിക്കണം. പിന്നെന്താ, ഇതൊരു ആഗ്രഹമാണ്. ഇങ്ങനെ ഓരോരുത്തർ ടൂർ പോകുമ്പോൾ ഓരോ വീഡിയോസും യൂട്യൂബേഴ്സും ഒക്കെ ഇങ്ങനെ ചിടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇത് എത്രമാത്രം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമുക്ക് ആഗ്രഹമാണെങ്കിൽ എപ്പോ ക്യാമറ എടുക്കണം, കുറെയൊക്കെ ചെയ്ത് ശരിയാവും തോന്നുന്നു. ആദ്യം തന്നെ ഒരു ട്രാവലിൽ ഇതൊക്കെ ഇടാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. സോ അതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങൾ അതിനായിട്ടാണ് വന്നത്. സോ അത് ഞാൻ പറഞ്ഞ ഇന്നലെ ഇറങ്ങിയപ്പോ ഒരു വിശേഷം ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്താ നല്ല ഭംഗി. സാധാരണ നമുക്ക് നാട്ടിൽ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പോയി ഈ ഒരു വെതർ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ വെതർ എൻജോയ് ചെയ്യുന്നു, അതാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഹാപ്പി. ഊട്ടി സെലക്ട് ചെയ്തതിൽ വെരി ഹാപ്പി. പക്ഷെ ഈ ഉറക്കം ഭയങ്കര സീനാണ്. ഉറക്കമാണ് മെയിൻ സാറേ. പണ്ട് UKG പഠിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ UKG പഠിക്കുമ്പോഴും ഊഞ്ഞാലില്ലായിരുന്നു. കുട്ടി വീട്ടിലല്ലോ ഭഗവാനെ. രജീഷേട്ടൻ ഇരുന്നതിന് ശേഷം കൺഫേം ആക്കിയിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും ഇരിക്കാറ്. ഞങ്ങളുടെ സേഫ്റ്റി രജീഷേട്ടന് മുഖ്യമാണ്. നിങ്ങൾക്ക് വേണ്ടിട്ട് വണ്ടി പുലർച്ചെ തൊട്ട് വൈകുന്നേരം വരെ വണ്ടി ഓടിക്കണം. നിങ്ങൾ രാവിലെ കുത്തേനെ പറ്റി സ്ഥലം കാണിക്കണം. ഫുഡ് കടയിൽ കയറിയിട്ട് എല്ലാം സെലക്ട് ചെയ്യണം. എല്ലാം രജീഷേട്ടനാണ്. നല്ലൊരു കോർഡിനേറ്റർ. എനിക്ക് തന്നെ ഇതാ ബ്ലോഗ് തുടങ്ങിയാ പോരെ. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കണം, ഞങ്ങളുടെ പകുതി ക്യാപ്ചർ ചെയ്തെടുക്കണം. ഈ ആട്ടം കണ്ടിട്ട് വാര്യമ്പള്ളിയിലെ മീനാക്ഷി ഓർമ്മ വരുന്നില്ല? അച്ഛൻ്റെ ആട്ടം കണ്ടിട്ട്. വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ല, ശ്രീകൃഷ്ണപുരത്തിലെ മറ്റേ കുമാരേട്ടാ. മണിച്ചിത്രത്താണ് ഇങ്ങനെ ഒച്ച വരുന്നില്ല. എന്താ ചോദിക്കുന്നില്ലോ എനിക്ക് എന്താ പറ്റിയെന്നോ, എനിക്ക് എന്താ പറ്റിയെന്നേട്ടോ. ഇത് പക്ഷെ രജിഷ പോകുന്ന വഴിയില് നോക്കി അവസാനം ക്യാരറ്റ് കിട്ടി. അവര് വലുതുണ്ട് ചെറുതുണ്ട്. ചെറുത് നമുക്ക് കഴിക്കാം, അത് കഴുകി തന്നെ തരുന്നതാണ്. വെള്ളമൊക്കെ പൊക്കോണ്ടിരിക്കുക. വലുത് കുക്ക് ചെയ്യാനും ചെറുത് കഴിക്കാനും എന്നാ പറഞ്ഞത്.
സാധാരണ സീസൺ ടൈമിൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ ക്യൂ നിന്ന് ആൾക്കാർ വാങ്ങുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ആൾക്കാർ കുറഞ്ഞതുകൊണ്ടായിരിക്കും ആൾക്കാർ വിൽക്കാനുള്ള ആൾക്കാരും കുറവാണ്. അപ്പം എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് കൊള്ളാമോ എന്ന്. അവര് പറഞ്ഞത് ഭയങ്കര ടേസ്റ്റ് ആണ്, പക്ഷെ തൊലി ഒന്നുമില്ല. മധുരമാണ്, നല്ല മധുരമാണ്, സൂപ്പറാണ്. അപ്പം ഒന്ന് എല്ലാവർക്കും കൊടുക്കാം. അവലാച്ചി ലേക്കിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം ഇടയ്ക്ക് ചെറിയ ചെറിയ നല്ല വ്യൂസ് കണ്ടു. പക്ഷെ ഇങ്ങോട്ട് പൊക്കോണ്ടിരുന്നപ്പോ അതാ സൂപ്പർ, ആ ലേക്കിലാ പോകുന്നതെന്നാ പറയുന്നത്. സൂപ്പർ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടെ നോക്കുമ്പോ അപാര തണുപ്പാണ്. ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഫുള്ള് നല്ല വില്ലാസ് ഒക്കെ കാണുന്നുണ്ട്. സൂപ്പർ ക്യാരറ്റിന്റെ ചെടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. താഴോട്ട് കാണാൻ പറ്റില്ല.